ഷുഡ് ഹാവ് ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് ഷുഡ് ഹാവിൻ്റെ യൂസേജ് പഠിക്കാം. നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. വി ഷുഡ് ഹാവ് എ പ്ലാൻ. എങ്ങനെയാണ്? വി ഷുഡ് ഹാവ് എ പ്ലാൻ. അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഷീ ഷുഡ് ഹാവ് കോൺഫിഡൻസ്. ഷീ ഷുഡ് ഹാവ് കോൺഫിഡൻസ്. നിനക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് ആൻ എയിം. യു ഷുഡ് ഹാവ് ആൻ എയിം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നല്ല ലീഡർ ഉണ്ടായിരിക്കണം. ഇതെങ്ങനെ പറയും? കോമൺ യുവർ ആൻസർ. മസ്റ്റ് ഹാവ്. തീർച്ചയായും ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു മീറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. ഇതെങ്ങനെ പറയും? വി മസ്റ്റ് ഹാവ് എ മീറ്റിംഗ് റൂം. എങ്ങനെയാണ്? വി മസ്റ്റ് ഹാവ് എ മീറ്റിംഗ് റൂം. അവൾക്ക് ഒരു ID കാർഡ് ഉണ്ടായിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് ആൻ ID കാർഡ്. ഷീ മസ്റ്റ് ഹാവ് ആൻ ID കാർഡ്. നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. യു മസ്റ്റ് ഹാവ് എ ഗോൾ. യു മസ്റ്റ് ഹാവ് എ ഗോൾ. ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യിക്കാൻ നമ്മൾ നിർബന്ധിക്കില്ലേ ഒരു കാര്യം? അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? വിൽ മേക്ക്. വിൽ മേക്ക് ചേർത്ത് പറയാം. അവൾ എന്നെ സന്തോഷിപ്പിക്കും. ഇത് വിൽ മേക്ക് വെച്ചിട്ട് എങ്ങനെ പറയാം? ഷി വിൽ മേക്ക് മീ ഹാപ്പി. എങ്ങനെയാണ്? ഷി വിൽ മേക്ക് മീ ഹാപ്പി. ഞാൻ നിന്നെ മനസ്സിലാക്കിപ്പിക്കും. ഐ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. ഐ വിൽ മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. അവൻ അവളെ കരയിപ്പിക്കും. ഹി വിൽ മേക്ക് ഹർ ക്രൈ. ഹി വിൽ മേക്ക് ഹർ ക്രൈ. ഇംഗ്ലീഷിലെ ഒരു കാര്യം ചെയ്യുന്നതാണ് നല്ലത്, ഞാൻ അവിടെ പോകുന്നതാണ് നല്ലത്, നീ അത് എടുക്കുന്നതാണ് നല്ലത്, ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അത് നമുക്ക് ഹാഡ് ബെറ്റർ യൂസ് ചെയ്തിട്ട് പറയാം. എങ്ങനെയാണ്? ഹാഡ് ബെറ്റർ. നീ ഇപ്പോൾ പഠിക്കുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ സ്റ്റഡി നൗ. യു ഹാഡ് ബെറ്റർ സ്റ്റഡി നൗ. നീ വീട്ടിലേക്ക് പോകുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ ഹോം. യു ഹാഡ് ബെറ്റർ ഗോ ഹോം. അവൻ ഡോക്ടറെ വിളിക്കുന്നതാണ് നല്ലത്. ഹി ഹാഡ് ബെറ്റർ കോൾ ദ ഡോക്ടർ. ഹി ഹാഡ് ബെറ്റർ കോൾ ദ ഡോക്ടർ. നമ്മളിപ്പോൾ പുറപ്പെടുന്നതാണ് നല്ലത്. വി ഹാഡ് ബെറ്റർ ലീവ് നൗ. വി ഹാഡ് ബെറ്റർ ലീവ് നൗ. അങ്ങനെയാണെങ്കിൽ അവൾ കുട എടുക്കുന്നതാണ് നല്ലത്. ഇതെങ്ങനെ പറയും? കോമൺ യുവർ ആൻസർ.